ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം ഐശ്വര്യം നിറഞ്ഞ മൂന്നാംപിറയുള്ള ദിവസമാണ്. അതായത് മുപ്പട്ട് വെള്ളിയോടും രേവതി നക്ഷത്രത്തോടും കൂടിച്ചേർന്ന് വന്നിരിക്കുന്ന മൂന്നാംപിറ. ഇന്ന് വരെ മൂന്നാംപിറ കാണാൻ സാധിക്കാത്തവർ ആദ്യമായി വെള്ളിയാഴ്ച ദിവസം മൂന്നാംപിറ കാണുന്നത് വളരെ ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് ചെയ്യേണ്ടതെന്നും ധനവരവിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെയ്യേണ്ടുന്ന ഒരു ചെറിയ എന്നാൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു റിച്വലിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് തന്നെ ധനവും സ്വർണവും വന്നു ചേരാൻ വേണ്ടി 27 പ്രാവശ്യം ചൊല്ലേണ്ടുന്ന മഹാലക്ഷ്മിയുടെ ഒരു മന്ത്രത്തെക്കുറിച്ച് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവരൊക്കെ അത് പോയി കണ്ട് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് രേവതി നക്ഷത്ര ദിവസം നമ്മൾ ഇതുപോലെ മന്ത്രങ്ങൾ ചൊല്ലി പൂജകൾ ചെയ്യുന്നതും വഴിപാടുകൾ ചെയ്യുന്നതുമൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. അതേപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ചന്ദ്രബലം നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് തൈര് തേച്ച് കുളിക്കാനായിട്ട് ആരും മറക്കരുത്. ഒപ്പം തന്നെ ഏലയ്ക്ക തിളപ്പിച്ച്, അതായത് 1 ഗ്ലാസ് ജലമെടുത്ത് അതിൽ ഒരു 2 ഏലയ്ക്കായിട്ട് തിളപ്പിച്ച് അത് പകുതിയാക്കി അത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് കുളിക്കുന്നത് നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ജവ്വാത്, പച്ചക്കർപ്പൂരം ഇവയൊക്കെയും നമ്മുടെ ശരീരത്ത് പുരട്ടുന്നതും വളരെ നല്ല രീതിയിൽ മഹാലക്ഷ്മി കടാക്ഷത്തിനും ശുക്രഭഗവാനെ അട്രാക്റ്റ് ചെയ്യാനുമൊക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന മുദ്രകൾ ഏതൊക്കെയാണെന്നുള്ളതും ഞാൻ ഓൾറെഡി വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം വീട്ടിലോട്ട് ഏലയ്ക്ക, ഗ്രാമ്പൂ, ജാതിക്ക, പച്ചക്കർപ്പൂരം ഇവയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നതും വളരെ നല്ലതാണ്. അതേപോലെ ഇന്നത്തെ ദിവസം വെള്ളി, അതായത് 1 ഗ്രാം വെള്ളിയുടെ കോയിനെങ്കിലും മേടിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം മൂന്നാം പിറയും അതേപോലെ തന്നെ രേവതി നക്ഷത്രവും മുപ്പട്ട് വെള്ളിയും ആയതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. അതുമാത്രവുമല്ല, സ്വർണം മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഇന്നത്തെ ശുക്രഹോരയിൽ സ്വർണം മേടിക്കാവുന്നതാണ്. ശുക്രഹോര സമയം എപ്പോഴൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ, അതിന് പ്രത്യേകിച്ചൊരു സമയം രേവതി നക്ഷത്രമുള്ള ഏതൊരു സമയത്തും നമുക്ക് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാവുന്നതാണ്. ഇന്ന് മൂന്നാംപിറയാണെന്ന് ഞാൻ പറഞ്ഞു. ആകാശത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇന്ന് നമുക്ക് ചന്ദ്രനെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ നേർത്ത തേങ്ങാപ്പൂള് പോലെയുള്ള കുറച്ച് ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു പർട്ടിക്കുലർ സമയം, അതായത് ചന്ദ്രനെ ആകാശത്ത് കാണുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട്, അതായത് മാർച്ച് 20-ാം തീയതി സന്ധ്യയ്ക്ക് 6:32-നും 7:59-നും ഇടയ്ക്കുള്ള സമയം. ആ ഒരു സമയം മുഴുവൻ നമ്മൾ ആകാശത്ത് നോക്കിയിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ ചന്ദ്രഭഗവാൻ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുകയുള്ളൂ. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത് വളരെ വിരളമാണ്. അത്രമേൽ ഭാഗ്യം നമുക്കുണ്ടായിരിക്കണം. കാരണം ചന്ദ്രഭഗവാന്റെ ആ ഒരു ദർശനം എന്ന് പറയുന്നത് സാക്ഷാൽ ശിവഭഗവാന്റെ ദർശനം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം മുഴുവൻ നമ്മൾ ആകാശത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നോക്കി ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി എന്തെങ്കിലും കാരണങ്ങൾക്ക് ആ ഒരു സമയത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നോക്കാൻ പറ്റിയില്ല, അങ്ങനെയല്ലെങ്കിൽ നമ്മൾക്ക് ചന്ദ്രനെ കാണാൻ സാധിച്ചില്ല, അങ്ങനെയുള്ളവർ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതിയാവും. ഇതിന് യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. പീരിയഡ്സ് ആണെങ്കിലും പുലയുണ്ടെങ്കിലും വാലായ്മയുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. കുളിച്ചിട്ട് വന്നിട്ട് ആ ഒരു സമയത്ത് ചെയ്താൽ മതിയാവും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കാലും കൈയും മുഖവും കഴുകി വന്നിട്ടാണെങ്കിലും ചെയ്താൽ മതിയാവും. കാരണം ചന്ദ്രനെ ദർശിക്കുന്നതിന് യാതൊരു വിധത്തിലുമുള്ള അശുദ്ധികളും നമ്മളെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ചന്ദ്രനെ നോക്കി തൊഴാവുന്നതാണ്. ചന്ദ്രനെ ആ ഒരു സമയത്ത് ആകാശത്ത് കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രഭഗവാന് അർഘ്യം കൊടുക്കുന്നതും ധൂപ ദീപ ആരതിയെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്.
എല്ലാ മൂന്നാം പിറയിലും ഞാൻ പറയാറുണ്ട്, പച്ചരി, സ്വർണം, വെള്ളി ഇവയൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും, ആ പച്ചരി കിഴി കെട്ടി നമ്മുടെ അരിപാത്രത്തിലും, സ്വർണം സ്വർണത്തിൻ്റെ കൂടെയും വെള്ളിയുടെ കൂടെയും ധനത്തിൻ്റെ കൂടെയും കൂട്ടിച്ചേർക്കണമെന്നും, എല്ലാ മാസവും ഇതെടുത്ത് നമ്മൾ ചന്ദ്രഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഒരു ഫലം നമ്മുടെ വീട്ടിലുണ്ടാകും. പക്ഷേ ഇത് നമ്മൾ ചന്ദ്രഭഗവാനെ കണ്ടിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ ചന്ദ്രബലം ജാതകത്തിൽ കുറവായിട്ടുള്ളവർ ഈ ഒരു മൂന്നാം പിറ ദർശനം തീർച്ചയായിട്ടും കഴിയുന്നതും ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് നിങ്ങൾ ഇത് കാണാനായിട്ട് ശ്രമിക്കണം. വളരെ അപൂർവമായി മാത്രമേ ഇത് കാണൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. 3 പ്രാവശ്യം അടുപ്പിച്ച്, അതായത് 3 മാസം തുടർച്ചയായി ചന്ദ്രഭഗവാനെ കണ്ടു തൊഴാൻ പറ്റിയാൽ നിങ്ങൾ എന്താണോ പർട്ടിക്കുലറായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം സാധിച്ചു കിട്ടും. ഇപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ടോ, ജോലിക്ക് വേണ്ടിയിട്ടോ, വിവാഹത്തിന് വേണ്ടിയിട്ടോ എന്തൊരു കാര്യവും നിങ്ങൾ കഠിനമായി മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ചന്ദ്രനെ ആകാശത്ത് കണ്ട ചന്ദ്രഭഗവാനെ നോക്കി കൈകൂപ്പി എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കണം. അടുത്ത മാസവും ആ ഒരു മൂന്നാം പിറ സമയത്ത് ഇതേ കാര്യം ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കണം. അങ്ങനെ തുടർച്ചയായി 3 മാസം നമുക്ക് ചന്ദ്രനെ കണ്ട് ഇതേ കാര്യം പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ ആ കാര്യം നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും കൂടിയിട്ട് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന റിച്വൽ എന്താണെന്നുള്ളത് നോക്കാം. അതിനായി നമുക്ക് വേണ്ടത് 2 രൂപയുടെ ഒരു നാണയവും ഒപ്പം തന്നെ ഒരു ഗ്രാമ്പൂവുമാണ്. പൂവോട് കൂടിയ നല്ലൊരു ഗ്രാമ്പൂ വേണം. 2 രൂപ എന്തുകൊണ്ട് ഇവിടെ എടുത്തു എന്ന് വെച്ചാൽ, നമുക്കറിയാം ചന്ദ്രൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2ആണ്. അത് മാത്രവുമല്ല ഇന്നത്തെ തീയതി മാർച്ച് 20 2 അവിടെയും വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2 രൂപ നാണയം എടുക്കുന്നത്. 1 രൂപയുടെ 2 നാണയങ്ങൾ എടുത്തിട്ട് കാര്യമില്ല. 2 രൂപയുടെ ഒരു നാണയം തന്നെ എടുക്കണം. പൂവോട് കൂടിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഗ്രാമ്പൂവും കൂടി എടുക്കണം. ഇതെടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ ആ ഒരു സമയം, അതായത് ചന്ദ്രനെ ആകാശത്ത് കാണാൻ സാധിക്കുന്ന ആ ഒരു സമയത്ത് എവിടെ നിന്നാലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത് അവിടെ പോയി ഇതുമായിട്ട് നിൽക്കുക. ഇനി ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ സാധിച്ചില്ലെങ്കിലും പടിഞ്ഞാറോട്ട് നോക്കി നിന്ന് ഈ കാര്യം ചെയ്യാവുന്നതാണ്. നിന്നോ ഇരുന്നോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം, ഇത്രയും ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് ഇത് ചെയ്യുന്നത് വരെയെങ്കിലും നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കണം. ഇപ്പോൾ ഞങ്ങൾക്ക് പീരിയഡ്സ് ആണല്ലോ, പുലയുണ്ട്, വാലായ്മയുണ്ട്, ഞങ്ങൾ നോൺ വെജ് കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. ഈ ഒരു കാര്യം നമ്മൾ നോൺ വെജ് കഴിക്കാതെ ചെയ്താൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഫലം കിട്ടും. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ സമയത്ത് പടിഞ്ഞാറോട്ട് നോക്കി നിന്ന് ആ നാണയവും അതേപോലെ തന്നെ ആ ഗ്രാമ്പൂവും കയ്യിൽ പിടിച്ച് ചന്ദ്രഭഗവാനെ കണ്ടെങ്കിൽ ചന്ദ്രനെ നോക്കി അങ്ങ് ഓരോ ദിവസവും വളർന്ന് വലുതായി വരുന്നത് പോലെ എൻ്റെ വീട്ടിലെ ധനവരവും ഐശ്വര്യവും വളർന്ന് വലുതായി വരണം, അതിനായി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കണ്ടാലും കണ്ടില്ലെങ്കിലും ഇതേ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം ചന്ദ്രഭഗവാനെ നോക്കി ശ്രീം ചന്ദ്രായ വസി വസി ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലണം. ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ശ്രീം ചന്ദ്രായ വസി വസി. ഈ ഒരു മന്ത്രം 27 പ്രാവശ്യം നമ്മൾ ചന്ദ്രഭഗവാനെ നോക്കി ചൊല്ലുന്നു. ചൊല്ലിയ ശേഷം വീണ്ടും എൻ്റെ വീട്ടിൽ നല്ല രീതിയിലുള്ള ധനവരവും ഐശ്വര്യവും ഉണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശേഷം ഒരു ചെറിയ പേപ്പറോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിനുള്ളിലോ ആ 2 രൂപയും ആ ഒരു ഗ്രാമ്പൂവും കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മുടെ മണി പേഴ്സിലോ പൈസ വെക്കുന്നിടത്തോ അല്ലെങ്കിൽ അടുക്കളയിൽ അരി വെക്കുന്ന ആ ഒരു പാത്രത്തിനുള്ളിലോ ഇട്ട് വെച്ചിരിക്കുക. അത് നമ്മൾ അടുത്ത മാസം വരുന്ന മൂന്നാം പിറ വരെ ചിലവാക്കുകയേ ചെയ്യരുത്. അതവിടെ തന്നെ ഇരുന്നുകൊള്ളട്ടെ. ഇത് നമ്മുടെ വീട്ടിലോട്ട് നല്ല രീതിയിൽ ധനവരവുണ്ടാവാനും ധനത്തെ അട്രാക്റ്റ് ചെയ്യാനും സഹായിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇന്ന് വീടിനടുത്ത് ദേവീക്ഷേത്രമുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ദേവീക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും അമ്മയ്ക്ക് വെളുത്ത കളറിലെ പുഷ്പങ്ങളും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ബ്ലൗസ് പീസോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ മഞ്ഞളും അതേപോലെ കുങ്കുമവും വാങ്ങിച്ചു കൊടുത്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വരാനായിട്ട് ശ്രമിക്കണം. അതേപോലെ 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കിന്ന് വെളുത്ത കളറിലെ മധുരപലഹാരങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെ അല്ലെങ്കിൽ പാല് ചേർത്തിട്ടുള്ള ഡയറി മിൽക്ക് ആണെങ്കിലും മതിയാകും, അത് വാങ്ങിച്ചു കൊടുക്കണം. കാരണം ഇപ്പം ചൈത്ര നവരാത്രി, വസന്ത നവരാത്രി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായി
ദിവസമായതുകൊണ്ട് തന്നെ നമുക്കത് ദേവിയുടെ കടാക്ഷം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുമാത്രവുമല്ല, ഈ ഒരു വസന്ത നവരാത്രിയിൽ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതും കൂടി പോയി കണ്ട് അതും ചൊല്ലാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും നല്ല ഫലം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ആ ഒരു മന്ത്രവും. അതേപോലെ തന്നെ ഇന്ന് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് മൂന്നാംപിറ ദിവസമാണ്. എന്നൊക്കെ മൂന്നാംപിറ വരുന്നു അന്നൊക്കെ സാക്ഷാൽ മഹാദേവനെ ക്ഷേത്രത്തിൽ പോയി ദർശിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്ത് കൂവളത്തിലയും സമർപ്പിച്ച് ഒപ്പം വെളുത്ത കളറിലെ പുഷ്പങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തുടർച്ചയായ 5 മൂന്നാംപിറകളിൽ മഹാദേവനോട് നമ്മൾ ഇതുപോലെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിനൊരു വഴിത്തിരിവ് ഭഗവാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.